ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ദീപാവലി സീരീസിൽ നമ്മളിന്ന് മൈസൂർ പാക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്കാണ് കേട്ടോ. ഞാൻ വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്ക് റെഡിയാക്കാം നമുക്ക് നോക്കിയാലോ. ഇത്തവണത്തെ ദീപാവലിക്ക് എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമേ തന്നെ 1/2 കപ്പ് കടലമാവ് എടുക്കുക. എന്നിട്ട് നമ്മളത് ചെറിയ തീയിൽ ഒരു ഗ്യാസിൽ നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല, ചെറിയൊരു സ്മെല്ല് വരും. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വറുത്ത് അത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആ സെയിം കപ്പിന് തന്നെ നമുക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ 1/2 കപ്പ് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കരുത്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാര്യം നമ്മൾ ഈ കടലമാവിൽ കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഒരു വലിയ പാൻ എടുക്കുക. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര, 1/4 തൊട്ട് 1 കപ്പ് വരെ പഞ്ചസാര യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഷുഗർ പെട്ടെന്ന് മെൽറ്റായി വരും. അപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് തുടരെ ഇളക്കുക. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇനി നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക, നന്നായിട്ട് വരട്ടിയെടുക്കുക. ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. കാര്യം ഇത്ര ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ വരട്ടി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിം വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ. നമ്മളുടെ പാനിൽ നിന്ന് വിട്ട് വരണം, നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരും. ആ ഒരു സ്റ്റേജ് ആവുന്നവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്, അടിക്ക് പിടിക്കുകയില്ല കണ്ടോ. ഇതിപ്പോൾ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. സമയം നമ്മൾ ഏത് മോൾഡിലാണോ ഇത് ഒഴിച്ച് വയ്ക്കുന്നത് അതിൽ കുറച്ച് നെയ്യൊക്കെ തൂവി റെഡി ആയിട്ട് വെക്കുക. നെയ്യൊക്കെ ഞാൻ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ മോൾഡിലാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ മുറിച്ചെടുക്കാമല്ലോ. ആ ചൂടോടുകൂടി തന്നെ അതങ്ങ് ഒഴിക്കുക, കാര്യം ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റാവും. ഇനി നമുക്കിത് ഒന്ന് നല്ല ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്യുമ്പോൾ കുറച്ച് നെയ്യ് തടവി ഏതെങ്കിലും ഒരു സ്പാച്ചിലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് തടവി കൊടുത്താൽ നന്നായിട്ട് പെട്ടെന്ന് ലെവലായി കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ അതിൻ്റെ ചൂടൊക്കെ ആറി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ നാളുണ്ട് ഈ മൈസൂർ പാക്ക്, ഈ തമിഴ്നാട് നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടും. ഞാനിത് കുറേ വട്ടം ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു മധുരമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ആ പെർഫെക്റ്റ് ആ ഒരു എൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടിയില്ല. പക്ഷേ ഈ ഒരു അളവിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടും കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.